ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ്വാദശഃ പാഠഃ വീരാംഗന പന്നാഥായ എന്നുള്ള ലെസൺ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ പന്നാഥായ കസ്യ അദ്വിതീയം ഉദാഹരണമസ്തി, ഇതിൻ്റെ ഉദാഹരണമായിരുന്നു ഏതൊക്കെയാണ്? ത്യാഗസ്യ, പരാക്രമസ്യ, നിഷ്ഠായാഹ ച അദ്വിതീയം ഉദാഹരണമസ്തി ആയിരുന്നു. അതുപോലെ മഹാറാണ സംഗ്രാമസിംഹസ്യ പുത്രോ കൗ ആസ്താം, ആരൊക്കെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ, അവരാരൊക്കെയാണ്? വിക്രമാദിത്യ, ഉദയസിംഹ ച ആസ്താം, രണ്ടുപേര്. അഗ്നിമിത്ര സംഗ്രാമസിംഹസ്യ ഭ്രാതാ കഹ, ബ്രദർ ആരാണ്? പൃഥ്വിരാജ. പൃഥ്വിരാജസ്യ കതി പുത്രാः ആസൻ, ഹൗ മെനി സൺസ്, എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 18 അല്ലേ, 18 പുത്രാः ആസൻ. തസ്യ പുത്രേഷു അന്യതമഃ കഃ ആസീത്, അതിൽ ഒരാൾ ആരായിരുന്നു? ബൻവീരഃ. ഇതുവരെയാണ് എടുത്തത് അല്ലേ. ഇനി ബാക്കി നമുക്ക് ടെക്സ്റ്റ് നോക്കിക്കോളൂ. ടെക്സ്റ്റ് എടുക്കൂ, പേജ് നമ്പർ 128 രണ്ടാമത്തെ പാരഗ്രാഫാണ്. സഹ ബൻവീരഃ മഹാറാണ സംഗ്രാമസിംഹസ്യ പ്രഥമം പുത്രം വിക്രമാദിത്യം ഛലേന മാരയിത്വാ മേവാടസ്യ ശാസനം അകരോത്. തതഃ പരമപി സഹ ദുഷ്ടബുദ്ധിഃ അചിന്തയത് യത് അഹം ഏകഃ ഏവ ഉത്തരാധികാരി ഭവേയം, ന കോപി മമ പ്രതിസ്പർധി സ്യാത് ഇതി. സഹ ബൻവീരഃ മഹാറാണ സംഗ്രാമസിംഹസ്യ പ്രഥമം പുത്രം വിക്രമാദിത്യം ഛലേന മാരയിത്വാ മേവാടസ്യ ശാസനം അകരോത്. അസ്മിൻ വാക്യേ ക്രിയാപദം അകരോത്ത് എന്നാണ്. അകരോത്ത് എന്ന് പറഞ്ഞാൽ ലങ്ങല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ, ചെയ്തു എന്നുള്ള അർത്ഥം. അകരോത്ത്, അകുരുതാം, അകുർവൻ, അകരോത് കുരുതാം അകുർവൻ. ഇനി ഇത് പ്രഥമ വിഭക്തി, പ്രഥമ പുരുഷനാണ്. അടുത്തത് മധ്യപുരുഷൻ വന്നപ്പോൾ അകരോഹോ, അകുരുതം, അകുരുത. ഇനി ഉത്തരപുരുഷനാണെങ്കിലോ അകരവം, അകരവാവ, അകരവാമ. ഇങ്ങനെയാണ്. ഇതെന്തെന്നാണ്? കൃധാതുഹോ, ലങ്ങാണ്. കൃധാതുഹു ലങ്ങാണിത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അകരോത്താണ്. അകരോത്തിന് ചെയ്തു. എന്ത് ചെയ്തു? കിം അകരോത്ത്, എന്ത് ചെയ്തു? മേവാടസ്യ ശാസനം അകരോത്ത്. മേവാടം അറിയാലോ, ആ സ്ഥലം, അതിൻ്റെ ശാസനം, ഭരണം, അതിൻ്റെ ഭരണം ഏറ്റെടുത്തു. കഥം, എങ്ങനെ? മഹാറാണ സംഗ്രാമസിംഹസ്യ പ്രഥമം പുത്രം വിക്രമാദിത്യം ഛലേന മാരയിത്വാ. ത്വാന്തമാണ്, പ്രത്യേകം വന്നു. അപ്പോൾ അവിടെ മാരയിത്വ എന്നാൽ കൊന്നിട്ട്. ആരെ കൊന്നിട്ട്? പ്രഥമം പുത്രം വിക്രമാദിത്യം. സംഗ്രാമസിംഹത്തിന് 2 പുത്രന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ? വിക്രമാദിത്യ, ഉദയസിംഹ. അതിൽ പ്രഥമം പുത്രഃ കഃ? വിക്രമാദിത്യ. തം മാരയിത്വാ, അവനെ കൊന്നിട്ട് എന്ത് ചെയ്തു? ഛലേന എന്ന് പറഞ്ഞാൽ എന്താ? ചതിയിലൂടെ, കാപട്യത്തിലൂടെ, അങ്ങനെയാണ് കൊന്നത്. കാപട്യത്തെ ഛലേന മാരയിത്വാ
മേവാടസ്യ ശാസനമകരോ, മേവാട് എന്ന സ്ഥലത്തെ ഭരണം ഏറ്റെടുത്തു, അവിടുത്തെ ഭരിക്കാൻ തുടങ്ങി. കഹ ആരാണ്? ബൻവീരഹ. ബൻവീരഹ കഹ? പൃഥ്വിരാജസ്യ പുത്രഃ അല്ലേ, ബൻവീരഹ. അടുത്ത ലൈൻ, തതഃ പരമപി സഹ ദുഷ്ടബുദ്ധിഃ അചിന്തയത്. സഹ ദുഷ്ടബുദ്ധിഃ, ദുഷ്ടബുദ്ധിയാണ് സഹ. കഹ? ബൻവീരഹ ദുഷ്ടബുദ്ധി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ദുഷ്ടബുദ്ധി ഉള്ളവരല്ലേ. ദുഷ്ടബുദ്ധിഃ അചിന്തയത്ത്. അചിന്തയെന്ന് ചിന്തിച്ചു പാസ്റ്റ് ടെൻസ്. അചിന്തയത്, അചിന്തയതാം അചിന്തയൻ എന്നാണ് പ്രഥമ വരുന്നത്. അപ്പോൾ സഹ അചിന്തയത്. കഹ അചിന്തയത്? ബൻവീരഹ അചിന്തയത്. എന്ത്? കഥാ എപ്പോൾ? തതഃപരം അതിനുശേഷം. അതിനെ കൊന്നില്ലേ. തതഃ പരം, പരം പ്ലസ് അപിയാണ് പരമപി. സഹ ബൻവീരഹ, സഹ ദുഷ്ടബുദ്ധി ബൻവീരഹ എന്ത് ചെയ്തു? അചിന്തയത്. ഏത് എന്താണ്? അഹം ഏകഃ ഏവ ഉത്തരാധികാരി ഭവേയം. അഹം ഏകഃ ഏവ, ഞാൻ ഒരാൾ മാത്രം. അഹം ഏകഃ ഏവ ഉത്തരാധികാരി ഭവേയം, ഉത്തരാധികാരി ആവണം. ഭവേയം എന്നുള്ളത് ലകാരത്തിൽ വിധിലിംഗ് എന്ന ഒരു ലകാരമുണ്ട്, വിധിലിംഗ്. അതാണ് ഭവേയം എന്ന് വന്നത്. ഇവിടെ വിധിലിംഗ് വരുന്നത് ഭവേത്, ഭവേത്, ഭവേതാം, ഭവേയുഹു. ഭവേത്, ഭവേതാം, ഭവേയുഹു പ്രഥമ. പിന്നെ മധ്യപുരുഷം വന്നപ്പം ഭവേഹെ, ഭവേതം, ഭവേത. ഉത്തമപുരുഷൻ ഭവേമ, ഭവേയം, ഭവേയം, ഭവേവ, ഭവേമ എന്നാണ്. ഭവേയം, ഭവേവ, ഭവേയം. ഇതെന്താണ്? വിധിലിംഗ് ആണ്. വിധിലിംഗ്, വിധിലിംഗ്. വിധിലിംഗ് എന്തിനെ കാണിക്കുന്നു? അതായത് നമ്മൾ എന്തെങ്കിലും ആശീർവദിക്കുക, ആരെങ്കിലും ആശീർവദിക്കുക, അല്ലെങ്കിൽ ദൃഢനിശ്ചയം എടുക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിനെയാണ് വിധിലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്തോന്നാണ്? അഹം ഭവേയം, അഹം ഭവേയം, ഞാനായിത്തീരും, ഞാൻ അങ്ങനെ തന്നെ ആയിത്തീരും എന്ന് വെച്ചാൽ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ് അല്ലേ അവിടെ. എങ്ങനെ ആയിത്തീരും? അഹം ഏകഃ ഏവ, ഞാൻ ഒരാൾ മാത്രം. ഏകഃ ഏവ ഉത്തരാധികാരി, ഉത്തരാധികാരിയായിത്തീരും. കസ്യ ഉത്തരാധികാരി? മേവാട് നഗരസ്യ ഉത്തരാധികാരി, മുഴുവൻ ഞാനായിത്തീരും എന്ന് അയാൾ പറഞ്ഞു. അചിന്തയത്, ചിന്തിച്ചു. ന കോപി മമ പ്രതിസ്പർദ്ധി സ്യാത്. ന കോപി, കോപി നേരത്തെ ഞാൻ വന്നു, കഹ പ്ലസ് അബിയാണ് ആയെന്നുള്ള പ്രസ്ലേഷൻ ഒരു സിമ്പൽ കണ്ടില്ലേ. അപ്പം ന കോപി, വേറെ ആരും, ന കോപി മമ എൻ്റെ പ്രതിസ്പർദ്ധി, പ്രതിസ്പർദ്ധി സ്യാത്. പ്രതിസ്പർദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ എനിക്ക് കോമ്പറ്റീറ്റർ, എനിക്കുള്ള ഒരു കോമ്പറ്റീറ്ററായിട്ട് വേറെ ആരും വരില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് വേറെ ആരും വരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കുന്നതാണത്. മനസ്സിലായ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു വാക്ക് അവിടെ വന്നിരിക്കുന്നു, നോക്കിയോളൂ. വേറൊരു വാക്ക് വന്നത് ന കോപി മമ പ്രതിസ്പർദ്ധി സ്യാത്. സ്യാത് എന്നൊരു വാക്ക് വന്നു. അത് എന്താണ്? വിധിലിംഗാണ്. സ്യാത് എന്നുള്ളത് എന്താണ്? വിധിലിംഗാണ്. സ്യാത്, വിധിലിംഗ്. ഇതുപോലെ തന്നെ അത് ഏതിൻ്റെയാണ് വിധിലിംഗ്? ഏതിൻ്റെയാണ്? അസുധാതു. അസുധാതോ വിധിലിംഗ്. അസുധാതു, അസുധാതുവാണ്. ഇവിടെ കൃധാതു എന്ന് പറഞ്ഞു അല്ല, ഇവിടെ കൃ അല്ല, ഇവിടെ ഭൂധാതുവാണ്. ഇത് ഭൂധാതു, ഇത് അസുധാതു. അസുധാതു നിങ്ങൾ പഠിച്ചില്ല, പിന്നെ സെൻറ്റൻസിലാട്ട് അസ്ഥിസ്ഥ സന്ധി. അതിൻ്റെ വിധിലിംഗാണ് സ്യാത്. സ്യാത് സ്യാദാം സിഹു എന്നാണ് വരുന്നത്. സ്യാത് സ്യാദാം സിഹു.
അപ്പോൾ എനിക്ക് വേറെ ആരും കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, ഞാൻ മാത്രം മതി എന്നുള്ള ഒരു അപ്പോൾ അഹങ്കാരത്തോടു കൂടിയാണ് ചെയ്തത്. ഇത് അടുത്തത്. അപ്പം അങ്ങനെ കഴിഞ്ഞിട്ട് അതഹ കഥാചിത്ത് രാത്രൗ സഹ ഉദയസിംഹം മാരയിതും കുതന്ത്രം അരചയത്ത് രചിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തിരക്കഥ രചിക്കുക എന്നൊക്കെ പറയും. അതുപോലെ രചയതാം രചയന്തിയാണ് എന്ത്, അതിൻ്റെ ലട്ട് വർത്തമാനകാലം. ഇത് ലങ്ങാണ്. അരചയത് രചിച്ചു. കിം അരചയത്, എന്ത് രചിച്ചു? കുതന്ത്രം എന്താണ്? അതായത് അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള ഒരു തന്ത്രം, ഒരു ഐഡിയ. കുതന്ത്രം. എന്തിന്? മാരയിതും, കൊല്ലുവാൻ. തുമിൻ എന്നൊരു പ്രത്യയം ചേർത്തു, അതാണ് മാരയിത്തും, കൊല്ലുവാൻ. കൊന്നില്ല, കൊല്ലുവാൻ. ഹന്തും കം, ആരെ കൊല്ലുവാനാണ്? ഉദയസിംഹം. ഉദയസിംഹൻ ആരാണ്? റാണ സംഗ്രാമസിംഹസ്യ ദ്വിതീയ പുത്ര, രണ്ടാമത്തെ പുത്രനല്ലേ. അതിനെ കൊല്ലാനായിട്ട് കഥാചിത് രാത്രിയിൽ കഥാചിത് സംടൈംസ്, ചിലപ്പോൾ രാത്രിയിൽ. രാത്രൗ എന്നുള്ളത് രാത്രി ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചനമാണ്. രാത്രൗ സഹ ഉദയസിംഹം മാരയിതും, ഉദയസിംഹനെ കൊല്ലാനായിട്ട് കുതന്ത്രം അരചയത്. തന്ത്രങ്ങൾ മെനഞ്ഞു. തത് ജ്ഞാത്വാ പന്നാഥായ ഉദയസിംഹസ്യ ശയനസ്ഥാനെ സ്വപുത്രം ചന്ദനം ശായിതവതി. തത് ജ്ഞാത്വ. കിം ജ്ഞാത്വ, എന്ത് ജ്ഞാത്വ? ജ്ഞാധാതുവിനോട് ത്വ എന്ന് പ്രത്യേകം ചേർത്തവ ജ്ഞാത്വ, മനസ്സിലാക്കിയിട്ട്. അത് മനസ്സിലാക്കിയിട്ട്. എന്ത് മനസ്സിലാക്കിയിട്ട് എന്നത്തെ പറഞ്ഞില്ലേ? കുതന്ത്രം ഉണ്ടാക്കിയിരിക്കുക രാത്രി കൊല്ലാൻ. അപ്പോൾ ജ്ഞാത്വ പന്നാഥായ ഉദയസിംഹസ്യ ശയനസ്ഥാനെ, ഉദയസിംഹൻ കിടക്കുന്ന സ്ഥലത്ത് സ്വപുത്രം ചന്ദനം ശായിതവതി. സ്വപുത്രം, കസ്യ പുത്രം? പന്നാഥായയുടെ പുത്രനെ ശായിതവതി കിടത്തി. ശായിതവതി എന്നുള്ളത് എന്താണ്? ശായിതവതി ഇത് സ്ത്രീലിംഗമായിട്ടാണ് പറയുന്നത്. കാരണം പന്നാഥായ സ്ത്രീലിംഗമല്ലേ. അപ്പൊ ഇതിന്റെ പുല്ലിംഗം വരുന്നത് ശായിതവാൻ. അപ്പോൾ അവിടെ കിടത്തി ഉറക്കി. ഇവിടെ പിന്നെ കതവതു എന്നൊരു പ്രത്യയമുണ്ട്. കതവതു എന്നൊരു പ്രത്യയം വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. കതവതു, സംസ്കൃതത്തിൽ പല പ്രത്യയങ്ങളുണ്ടെങ്കിലും അതിൽ കതവതു എന്നൊരു പ്രത്യയം വരുമ്പോഴാണ് ഇങ്ങനെ ശായിതവതി. ഭൂതകാലത്തിൻ്റെ, അതായത് പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥമാണ് അവിടെ വരുന്നത്. ശായിതവതി, അവിടെ കിടത്തി ഉറക്കി. ആരെയാണ് ഉറക്കിയത്? ചന്ദനം കഹ, പന്നാഥായയുടെ പുത്ര. സാ തസ്യ ദുഷ്പരിണാമം ജാനാതി സ്മ. സാ ആരാ? പന്നാഥായ. തസ്യ ദുഷ്പരിണാമം എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രനല്ലേ കൊണ്ട് കിടത്തിയിരിക്കുന്നു, കൊല്ലുന്ന പുത്രനല്ലേ. അതൊരു ദുഷ്പരിണാമമല്ലേ. പരിണാമം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, അവസാനം. അതിൻ്റെ ആ ദുഷ്പരിണാമം ജ്ഞാത്വ, ദുഷ്പരിണാമം ജാനാതിസ്മ എന്ന് പറഞ്ഞാൽ, ജാനാതി എന്ന് പറഞ്ഞ പ്രസൻറ്റൻസ് അല്ലേ, ജാനാതി. അതിൻ്റെ ഒരു സ്മാ ചേർത്തു. സ്മാ ചേർക്കുമ്പോൾ ആ പ്രസൻറ്റൻസിൻ്റെ അർത്ഥം എന്തായി മാറും? പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥമായി മാറും. അതാണ് ജാനാതിസ്മ. അതായത് സ്മ ചേർക്കുമ്പോൾ, സ്മയോഗേ ഭൂതകാല അർത്ഥം. സ്മ ചേരുമ്പോൾ ഈ ജാനാതി മാത്രമായിരുന്നെങ്കിലോ പ്രസൻറ്റൻസ് ആണ്. സ്മ ചേർത്തപ്പോൾ എന്തായി? പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥമാണ്. മനസ്സിൽ അറിയാം എന്നുള്ളത്, അറിയാം എന്തായാലും അതിൻ്റെ ദുഷ്പരിണാമം, എൻ്റെ മകൻ മരിക്കും എന്നുള്ളതാണ് ദുഷ്പരിണാമം. അതറിയാം, എന്നാലും അങ്ങനെ ചെയ്തു. ബൻവീരഃ ഉദയസിംഹസ്യ ശയനഗാരം ആഗച്ഛത്. കുത്ര ആഗച്ഛത്, എവിടെ എത്തി? ശയനഗാരം. കസ്യ ശയനഗാരം? ആരുടെ ശയന റൂമിൽ? ഉദയസിംഹത്തിന് കൊല്ലാനല്ലേ വിചാരിച്ചിരിക്കുന്നത്. ഉദയസിംഹസ്യ ശയനഗാരം അഗച്ഛത്. കഹ? ബൻവീരഃ. എന്തിനാണ്? കിമർത്ഥം? ഉദയസിംഹം മാരയിതും. തതഃ സുപ്തഃ ചന്ദനഃ ഏവ ഉദയസിംഹഃ ഇതി മത്വാ ബൻവീരഃ ചന്ദനം അമാരയത്ത്. അതിൽ ആ സെൻറ്റൻസിൽ എന്താ ക്രിയ? അമാരയത്ത്. മാരയതഃ മാരയന്തിയാണ് വർത്തമാനകാലം. അതിൻ്റെ, അതായത് അതിൻ്റെ ലങ്ങാണ് അമാരയത്ത്, കൊന്നു. അമാരയത്ത്
അമാരയത്ത്. ലങ്ങാണ്. ലങ് പ്രഥമ പുരുഷ ഏകവചനമാണ്. അമാരയത്, അമാരയതാം, അമാരയൻ എന്നാണ് ബാക്കി രൂപങ്ങൾ. അപ്പം അമാരയത്ത്, അമാരയത്ത് ആരെ കൊന്നു? ചന്ദനം അമാരയത്ത്. കഥം എങ്ങനെ കൊന്നു? സുപ്തഃ ചന്ദനഃ ഏവ ഉദയസിംഹ ഇതി മത്വാ എന്ന് വിചാരിച്ചിട്ട്, എന്ത് വിചാരിച്ചിട്ട്? ഇത് ഉദയസിംഹനാണ് എന്ന് വിചാരിച്ചിട്ട് ചന്ദനം അമാരയത്. ചന്ദന അവൻ എന്ത് ചെയ്തു? ചന്ദനം പന്നാഥായയുടെ പുത്രനായ ചന്ദനത്തിനെ കൊന്നു എന്നാണ് അമാരയത്ത്. അപ്പോൾ ഇവിടെ ബൻവീരഹ കം മാരയിതും കുതന്ത്രം അരചയത്. ആരെ കൊല്ലാനാണ് കുതന്ത്രം ഉണ്ടാക്കിയത്? ഉദയസിംഹം അല്ലേ? ഉദയസിംഹം എന്നാണ് ആൻസർ വന്നത്. അപ്പോൾ സിംഹം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ദ്വിതീയ വിഭക്തി അല്ലേ വരേണ്ടത്? അതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യന് വരേണ്ടത്. ഇവിടെ ഞാൻ ചോദിച്ചെങ്ങനെ? ബൻവീരഹ കം ആരേ, അപ്പോൾ പിന്നെ ഉദയസിംഹം. അപ്പോൾ ഇതുപോലെ മേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ബൻവീരസ്യ കുതന്ത്രം ജ്ഞാത്വ പന്നാഥായാഹ കിമകരോ, പന്നാഥായ എന്ത് ചെയ്തു? അതിൻ്റെ കുതന്ത്രം ചെയ്യുന്നു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ഉദയസിംഹസ്യ സ്ഥാനെ സ്വപുത്രം ചന്ദനം ശായിതവതി. എങ്ങനെ? അപ്പോൾ ഇതാണ് അതിൻ്റെ. അപ്പോൾ ഇത്രയും ഇന്ന് കഴിഞ്ഞ് ഇനി ബാക്കി അടുത്ത ദിവസം പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.